ബാലന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ റിസോഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. ഒരു സംഭവം ഉണ്ടാക്കാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഈ വീഡിയോ ഇടാൻ വൈകുന്നത് ഈ ഒരു സ്കൂളൊക്കെ ഉള്ളതുകൊണ്ടാണ്. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും എല്ലാം അടുപ്പിച്ചടിപ്പിച്ച് വീഡിയോ വരും പണ്ടത്തെ പോലെ. അങ്ങനെ ഓരോ അടിപൊളി ബിൽഡ് ഇതിലോട്ട് കൊണ്ടുവരണം, അങ്ങനെ സെറ്റാക്കാം. ഞാൻ എന്തായാലും ബേസിലെത്തിയിട്ട് നിങ്ങൾക്ക് എന്താന്ന് പറഞ്ഞു തരാം. ഞാനപ്പോൾ ഒരു വിൻമില്ല് ഉണ്ടാക്കാൻ പോവാണ്. വിൻഡ് മില്ല് അതെന്തിനാന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇവിടെ സെറ്റായി വരും. ഞാനപ്പോൾ അതിനുള്ള റിസോഴ്സ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികം വലിയ റിസോഴ്സ് ഒന്നും വേണ്ട, വുഡ് കൂള് അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഓരോ ദിവസവും ഓരോ ഐഡിയാസും ബിൽഡ് ചെയ്ത് വെക്കണം. ഇവിടെ എല്ലാ ദിവസവും പറ്റില്ല, എനിക്ക് ഇപ്പോൾ പരീക്ഷയ്ക്കായതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, പരീക്ഷ കഴിയട്ടെ. ഞാൻ എന്തായാലും മൊത്തം റിസോഴ്സ് കളക്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു സ്ഥലത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ബേസിൻ്റെ ബാക്കിലായിട്ട്. ഇവിടെ ആകുമ്പോൾ ഇച്ചിരി കുന്നുപോലത്തെ സ്ഥലവും കൂടിയാണ്, പിന്നെ ഇവിടെ നിരപ്പും കൂടി ആയതുകൊണ്ട് നല്ല രസമുണ്ട് ഇവിടെ ഉണ്ടാക്കിയാൽ. ഇത് നമ്മുടെ സന്യാസിയുടെ കോഴി ഭക്തനാണ്. ഇവനൊന്നും ചെയ്യരുത്, അതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. അവൻ നീ പോയിക്കോ, വീട്ടിൽ നിന്നുള്ള കുഴപ്പമില്ല പൊട്ടെ. ഇത്രേ ഉള്ളൂ വേണ്ട സാധനങ്ങൾ. ഞാൻ എന്തായാലും ഇതാ ഇവിടെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ആ ഒരു വിൻഡ് മില്ല് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ എന്തായാലും നന്നായിട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു ബേസിൻ്റെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ, അതിൽ ബേസിൻ്റെ ബാക്കിലോട്ട് നോക്കുമ്പോൾ ആ ഒരു വിൻഡ് മില്ല് കാണുമ്പോൾ കണ്ട നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ ഡിസൈൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ആ ഒരു ബ്ലേഡ് ആയിരുന്നു ആദ്യം പ്രശ്നം ഉണ്ടായിരുന്നത്. ഞാൻ പിന്നെ റെഡിയാക്കിയായിരുന്നു. ഈ ഒരു കയങ്കോളം കണ്ട ഇതിൻ്റെ ഉള്ളിലോട്ട് ഇപ്പോൾ സ്പോണാവുന്നത് കുറച്ച് പ്രശ്നമുണ്ട്. അതൊക്കെ ഞാൻ മിക്കവാറും ഒരു അയൺ ഫാം കൂടി ഉണ്ടാക്കേണ്ടി വരും. ഈ ഒരു ഫാമൊക്കെ ഇവിടെ നിന്ന് കളഞ്ഞിട്ട് ഇവിടെ മൊത്തം ബിൽഡാക്കിയാൽ ഇച്ചിരി അടിപൊളിയാവും. നമുക്ക് നോക്കാം, എല്ലാം ചെയ്യാം. ഒരു വിൻഡ് മില്ല് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിവിടെ നിന്ന് പൊട്ടിച്ചളയാം. ഇനിയിപ്പോൾ അടുത്ത ഇതിൽ നിന്ന് ഒരു സംഭവം ഞാൻ ഉണ്ടാക്കും അടുത്ത എപ്പിസോഡിൽ. വലിയ ബിൽഡ് ആയിരിക്കരുത്, അത്രയ്ക്ക് ചെറുതായിരിക്കരുത്. പുറത്ത് നമ്മുടെ ബേസിൻ്റെ അവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല രസം ഉണ്ടായിരിക്കണം. ഇതൊന്നും പറ്റില്ല, വില്ലേജൊന്നും ഇപ്പം ഉണ്ടാക്കാൻ പറ്റില്ല. കൊനോഹ ഇതൊക്കെ നമുക്ക് കുറച്ച് ഫ്യൂച്ചറിലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ഹോട്ട് എയർ ബലൂൺ ഉണ്ടാക്കിയാലോ. ഹോട്ട് എയർ ബലൂൺ അതാകുമ്പോൾ കുഴപ്പമുണ്ടാവില്ലല്ലോ. ഒരു ഹോട്ട് എയർ ബലൂൺ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ആ ഹോട്ട് എയർ ബലൂൺ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, വലിയ ബിൽഡും അല്ല. അപ്പം ഇതന്നെ അങ്ങ് ഉണ്ടാക്കാം. ഇതുണ്ടാക്കുന്നത് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഈ ഒരു ഹോട്ട് എയർ ബലൂൺ ഉണ്ടാക്കണം. റിസോഴ്സസ് ഇല്ലെങ്കിൽ നമുക്കൊരു വൂൾ ഫാം ഉണ്ടാക്കാം. കാരണം ഇതിന് വൂളിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു വൂൾ ഫാം ഉണ്ടാക്കേണ്ടി വരും. ഞാനപ്പോൾ എന്തായാലും നിർത്തുന്നതിന് മുന്നേ കുറച്ച് പണി ചെയ്യാം. ഈ ഒരു ഗ്രാസ് കുറച്ച് പൊളിച്ചെടുത്തിട്ട് ആ ഒരു പ്രൊജക്ട് ബോർഡിൻ്റെ അവിടെ വരെ ആക്കാം. എന്തായാലും വിൻഡ് മില്ല് അവിടെ നിൽക്കുന്നത് നല്ല രസമുണ്ട്. ഈ ഒരു ഏരിയ ഒക്കെ നല്ല രസമായി തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോട്ടെ. അത് ഞാൻ ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ പ്രൊജക്ട് ഐഡിയാസിൽ ഇട്ടിട്ട് ഫ്യൂച്ചറിൽ ഉണ്ടാക്കും. ഇപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഒന്നില്ലെങ്കിൽ വൂൾ ഫാം അല്ലെങ്കിൽ ഒരു ഹോട്ട് എയർ ബലൂൺ, അതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കും. അഥവാ അടുത്ത എപ്പിസോഡിൽ വൂൾ ഫാം ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ അടുത്ത എപ്പിസോഡിൽ ഹോട്ട് എയർ ബലൂൺ. ഈ വേൾഡിങ്ങിന് മെല്ലെ മെല്ലെ പ്രോഗ്രസ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ പ്രോഗ്രസ് ചെയ്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാം സെറ്റാക്കാം. പരീക്ഷ കഴിയുന്നവരെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. സമയം എടുത്ത് വീഡിയോ വരുന്നത്. പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഗോഡ് ഓഫ് വാർ വാങ്ങിയായിരുന്നു. ഞാൻ ആ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, ചിലവർ കണ്ട് തോന്നുന്നു. ഗോഡ് ഓഫ് വാർ വാങ്ങിയായിരുന്നു. പിന്നെ എൻ്റെ GTA 5 ഓൾറെഡി ഉണ്ട്. ഞാൻ അതൊക്കെ ഇടക്കിടക്ക് കളിക്കും, ബോറടിക്കുമ്പോൾ അങ്ങനെ കളിച്ചു പോകുന്നു. ഞാൻ GTA 5 കളിക്കുന്ന തന്നെ മൈൻക്രാഫ്റ്റ് ഈ ഒരു വേൾഡിലോട്ട് എന്തെങ്കിലും ഐഡിയ കിട്ടുമെന്ന്. അതൊക്കെ നമുക്ക് എന്താക്കി ഉണ്ടാക്കാം, ഒരു മിഡീവൽ ടൈപ്പ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ ക്രെയിനൊക്കെ എനിക്ക് അങ്ങനെ കിട്ടിയ ഐഡിയ കേട്ടോ. നിങ്ങൾക്കും കമൻറ്റ് ഇടാം, എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ. അവിടെ വോട്ടിങ്ങിൻ്റെ എന്തോ സംഭവം പറയാണ്, വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ, അവർ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഞാനപ്പോൾ എന്തായാലും കുറച്ച് ഐഡിയാസ് നിങ്ങളും ഞാൻ അതൊക്കെ പറ്റുവാണെങ്കിൽ എടുക്കും, ഞാൻ പറഞ്ഞായിരുന്നു. കാരണം നിങ്ങൾ എല്ലാവരും അങ്ങനെ കമൻറ്റ് ഇടുന്നില്ല. ചിലർ കമൻറ്റ് ഇടുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ ഇടുന്നുണ്ട് ഇംഗ്ലീഷിൽ, ഇത് മനസ്സിലായില്ല. അതാണ് പ്രശ്നം. മനസ്സിലാവുന്ന രീതിയിൽ ഇടുക. ഇത് ഉദ്ദേശിച്ചത് എനിക്കൊന്നും മനസ്സിലായില്ല അയാൾ ഇട്ടെ. ഞാനപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു സ്റ്റോണൊക്കെ മാറ്റിയിട്ട് ഇവിടെ ഗ്രാസ് ആക്കാം. അതാകുമ്പോൾ ഇങ്ങനെ എല്ലാ എപ്പിസോഡിലും കുറച്ച് കുറച്ച് വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് പ്രോഗ്രസ്സും കൂടി വരും, ബിൽഡ് അല്ലാണ്ട് തന്നെ. ഈ ഒരു ബേസ് ഏരിയ വിട്ടിട്ടുള്ള ബാക്കിയുള്ള സ്ഥലത്തോട്ടൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ എനിക്ക് ഈ ഒരു ബേസ് ഏരിയ ഫുള്ള് ബിൽഡും അടിപൊളിയാക്കണം. അതൊരു ചുറ്റും മതിലൊക്കെ കൊണ്ടുവരാനുള്ള ഐഡിയ ഒക്കെ എനിക്കുണ്ട്. അതൊക്കെ സെറ്റായതിനു ശേഷം ഞാൻ ആ പുറത്തോട്ടുള്ള കുറേ വില്ലേജും
ഇതൊക്കെ കൊണ്ടുവരുന്നുള്ളൂ. ഒരു ബീക്കണും കൂടി ഉണ്ടാക്കണം. ബീക്കൺ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ അയൺ ഫാം വർക്കാവുന്നില്ല. അയൺ ഫാം ഒന്നും കൂടി ഞാനൊരു മെഗാ അയൺ ഫാം ഉണ്ടാക്കും, അത് പുറത്തോട്ട് മാറ്റി വെച്ചിട്ട്. ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല, ഞാൻ എന്തായാലും ഈ പണി വേഗം തീർത്തിട്ട് ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡ് കാണാം. ടാറ്റ ബൈ ബൈ.